വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പുണ്യമാസത്തെ വരവേൽക്കുകയാണ് പ്രവാസി വിശ്വാസികൾ. റമദാൻ ടെന്റുകൾ ഒരുക്കിയും ഇഫ്താറുകൾ സംഘടിപ്പിച്ചും പ്രവാസി സംഘടനകളും സജീവമാണ്. മനസ്സും ശരീരവും പാകപ്പെടുത്തി റമദാനിന്റെ പുണ്യത്തിലലിയാൻ പുണ്യകാലത്തിലേക്ക് വിശ്വാസി കണ്ണുനട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിനങ്ങളേറെയായി. സൽക്കർമ്മങ്ങൾക്ക് വാരിക്കോരി പ്രതിഫലം ലഭിക്കുന്ന റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുന്നതിനെ മഹാഭാഗ്യമായി കരുതുന്നവരാണ് വിശ്വാസികൾ. റമദാൻ വന്നടഞ്ഞതോടെ പ്രവാസ ലോകത്തെ നാടും നഗരവുമെല്ലാം സജീവമാകും. പ്രഭാത നമസ്കാര ഭാഗ്യവിളി ഉയരും വരെ പുണ്യദിനം വന്നെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ. പുണ്യങ്ങളുടെ പൂക്കാലം ഒരിക്കൽ കൂടി വന്നെത്തുമ്പോൾ പ്രാർത്ഥനകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും മനസ്സിനെ നവീകരിക്കാനാണ് മതപണ്ഡിതർ വിശ്വാസികളോട് ഉണർത്തുന്നത്. സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനരാത്രങ്ങളാണ് വിശ്വാസികളിലേക്ക് എത്തിയിരിക്കുന്നതെന്നും സൽക്കർമ്മങ്ങളാൽ ഈ ദിനരാത്രങ്ങളെ ധന്യമാക്കണമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ നാസർ അഹ്സനി ഒളവട്ടൂർ പറഞ്ഞു. റജബ് മുതൽ ഷഅബാനിലൂടെ നാം റമദാനിനെ കാത്തിരുന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. നമുക്ക് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ രാത്രികളും പകലുകളുമാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. നമുക്ക് വളരെയധികം അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിന് വേണ്ടി കാത്തിരുന്ന നാം അത് നമ്മിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ നന്മകളും നേടുകയും ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യമായ ബാധ്യതയാണ്. ഏറ്റവും വലിയ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ മാസം നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും നാം റമദാനിൻ്റെ നമ്മുടെ ദിനരാത്രങ്ങളെ ധന്യമാക്കുക. ഇഫ്താറുകൾക്കും വിപുലമായ ഒരുക്കങ്ങളാണ് എങ്ങും നടക്കുന്നത്. മരുഭൂമിയിൽ തുടങ്ങി നഗരത്തിൻ്റെ ഹൃദയത്തിൽ വരെ ഇഫ്താർ ടെൻറ്റുകൾ ഉയർന്നു കഴിഞ്ഞു. അനശ്വര വിജയത്തിലേക്കുള്ള പാതയാണ് വിശ്വാസിക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യം പൂക്കുന്ന ഈ ഒരു മാസക്കാലം ഇനി പ്രാർത്ഥനകളുടെയും അനുഗ്രഹങ്ങളുടേതും മാത്രം. സുബൈറുദ്ദീനൂർ, 24 ദമാം.